എടക്കര മുണ്ട ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് സമാപനമായി. രാവിലെ 7:30 നടന്ന കുർബാനയ്ക്ക് ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. എത്ര നന്നായി ചെയ്താലും അതിന് മറുപടി എന്താണ്? ഇത്തിരി കൂടെ നന്നാവായിരുന്നു, ഇത്തിരിയും കൂടെ ചെയ്യാമായിരുന്നു. അതുകൊണ്ടൊന്നും ചെയ്തില്ലെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. ഇത്തിരി അപ്പോൾ ഈ പുനഃപ്രതിഷ്ഠ നിർവഹിക്കപ്പെടേണ്ട തലങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. എവിടെയാണ് നമുക്ക് പുനഃപ്രതിഷ്ഠ? ഈ ആരാധനാ സമൂഹം എപ്പോഴും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം. 1951 ആരംഭിച്ച ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിവന്ന വിവിധ പ്രവർത്തനങ്ങളുടെ സമാപനമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആത്മീയ സാമൂഹിക ജീവകാരുണ്യ വികസന പദ്ധതികൾ തുടർന്നും ഏറ്റെടുക്കുന്നതിൻ്റെ പ്രഖ്യാപനമായി സ്റ്റെപ്പിംഗ് ടുവാർഡ്സ് 80യുടെ ലോഗോ ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പ്രകാശനം ചെയ്തു. മലയോര മേഖലയിലെ കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തോളമുണ്ട് മുണ്ട ഇമ്മാനുവൽ ഇടവകയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അരിയില്ല, ഭക്ഷണം ഒന്നുമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. അന്ന് അധികാരമേറ്റ നെഹ്റു നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയി ഭിക്ഷയാചിക്കുന്നത് പോലെ നിൽക്കുന്ന ചിത്രം അന്നത്തെ കാർട്ടൂണിസ്റ്റ് ശങ്കർ ലോകപ്രശസ്തമായ ചിത്രമാക്കി മാറ്റിയത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മരാമൺ കൺവെൻഷനിൽ വെച്ച് ഉള്ളൊരു പ്രഖ്യാപനം, ഒരു പ്രസംഗത്തിലെ സൂചനകൾ, ആ സൂചനകളാണ് വാസ്തവത്തിൽ ഇന്ന് അന്ന് പട്ടിണി കിടന്നിരുന്ന കുറേ മധ്യ തിരുവിതാംകൂറിലെ വിശ്വാസികൾ ഈ കുടിയേറ്റത്തിന് കാരണമായി തീർന്നത് എന്നാണ് ഞാൻ വായിച്ചത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിൽവി മനോജ്, ബിനു പോൾ, ഭദ്രാസന നിയുക്ത ട്രഷറർ ഡോക്ടർ രാജീവ് തോമസ്, ഫാദർ സജി ബി ജോൺ, ഫാദർ വർഗീസ് മാത്യു, ഫാദർ തോമസ് ബേബി, വികാരി ഫാദർ സാജൻ ജോർജ്, ഫാദർ ലിജോ ജോസഫ്, ഫാദർ ലതിൻ ജോസഫ്, വൈസ് പ്രസിഡന്റ് KK മാത്യു, സെക്രട്ടറി ബിനു എബ്രഹാം, ട്രസ്റ്റി TM വർഗീസ്, പ്രോഗ്രാം കൺവീനർ എലിസബത്ത് മാത്യു എന്നിവർ സംബന്ധിച്ചു.